ഷുഗർ രോഗികൾ പൊതുവേ കഴിക്കുന്നതാണ് ഫ്രൂട്ട്സ്, പഴങ്ങളെന്ന് പറയുന്നത്. പലപ്പോഴും വിശപ്പ് മാറാനും അതേപോലെ തന്നെ ക്ഷീണത്തിനും നല്ലതാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അതുപോലെ ഷുഗർ കുറയുന്നത് ഒരു സ്പൈക്ക് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും, നല്ല ഒരു ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ ചില പഴങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷുഗർ കൂട്ടുന്നുണ്ട്. അതേസമയം ചിലത് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ആക്കാൻ നമ്മൾ നല്ലോണം സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ വീടിന് ചുറ്റുവട്ടത്ത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫ്രൂട്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഷുഗറിൻ്റെ സ്പൈക്ക് കുറയ്ക്കാൻ, പെട്ടെന്ന് ക്ഷീണങ്ങൾ കുറയ്ക്കാൻ. പലപ്പോഴും പല ആളുകൾക്കും ഷുഗർ കാരണമായിട്ട് പലതരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കൈകാലുകൾ വേദന വരിക, തരിപ്പ് വരിക, ക്ഷീണം തോന്നുക, എപ്പോഴും കിടന്നുറങ്ങാനുള്ള ടെൻഡൻസി വരിക, അതുപോലെ ഇങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ സിവിയാരിറ്റി ഒക്കെ നമുക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം നല്ലോണം സഹായിക്കുന്നതാണ്. അതേസമയം എന്തെങ്കിലും ചില ആളുകൾ ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ കഴിക്കുന്ന രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഷുഗറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ, അതായത് ഷുഗർ കൂടുന്നൊരവസ്ഥ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഴങ്ങൾ കഴിക്കണം, ഏതൊക്കെ കഴിക്കരുത്, എങ്ങനെ കഴിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെഷൻ വേറെ ഒന്നുമല്ല, ഈ ഡയബറ്റിക് ഉള്ള ആളുകൾ, ഷുഗറുള്ള ആളുകൾ ഏതൊക്കെ പഴങ്ങൾ കഴിക്കണം, അവർക്ക് എങ്ങനെയാണ് ഈ പഴങ്ങൾ ഷുഗർ കുറയാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പഴങ്ങൾ സഹായിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പഴങ്ങൾ കഴിക്കരുത്, ഇത് എങ്ങനെ കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. പഴങ്ങളെന്ന് പറയുന്നത് പൊതുവേ ഷുഗറുള്ള ആളുകൾ എന്ത് ചെയ്യും, ചോറും അതേപോലെ മധുരം ഒക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, പൊതുവേ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നു. പ്രത്യേകിച്ച് മിക്ക ആളുകൾ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ തന്നെ പലതും കണ്ടിട്ടുണ്ടായിരിക്കും, പല ഡോക്ടേഴ്സിനും കണ്ടിട്ടുണ്ടായിരിക്കും, സോഷ്യൽ മീഡിയയിലായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പൊതുവായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ നേന്ത്രപ്പഴമായിട്ടോ അല്ലെങ്കിൽ റോബസ്റ്റായിട്ട് കഴിക്കുന്ന ആളുകളുടെ, ചിലത് ഫ്രൂട്ട്സുകളായിട്ട് നമ്മുടെ പേരൊക്കെ കഴിക്കുന്ന, അങ്ങനെ പലതരത്തിൽ ഫ്രൂട്ട്സുകൾ കഴിക്കാറുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, ഈ പ്രമേഹ രോഗികളുടെ അവരുടെ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന, അതിൻ്റെ കോംപ്ലിക്കേഷനുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില ഫ്രൂട്ട്സുകൾ, 3 പഴങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത് എടുത്ത് പറയാനുള്ളതാണ് ഞാവൽപ്പഴം. ഞാവൽപ്പഴം എന്ന് പറയുമ്പോൾ ഇന്ന് പബ്ലിക്കിൽ പൊതുവെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നൊരു പഴമാണ് എന്ത് ഞാവൽപ്പഴം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് വളരെയധികം ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല രീതിയിൽ ഷുഗർ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നതാണ്, ഗുണകരമാക്കുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്യും, ഈ ഒരു പാരമ്പര്യ വൈദ്യങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ആയുർവേദ യുനാനി പോലെയുള്ള മെഡിസിൻസിലൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഈ പറഞ്ഞിട്ടുള്ള ഞാവൽ പഴത്തിൻ്റെ കൂട്ടുകളും അതിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇത് അത്രത്തോളം മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഫ്രൂട്ട് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഒരു കാലത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഞാവൽപ്പഴം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഞാവൽപ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ചില കണ്ടൻസുകൾ, ചില കെമിക്കൽ കണ്ടൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കുന്നു, റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഫൈബർ മറ്റ് ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻസുലിൻ സ്പൈക്ക് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ എന്തുണ്ടാവില്ലേ, നമ്മൾ വേഗം ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുകയും, അപ്പോൾ ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യും, ഇൻസുലിൻ ഒന്നാകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളെ പാൻക്രിയാസിലെ കോശങ്ങൾ, ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പഴം കഴിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഈ ജാമുനൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഇൻസുലിൻ്റെ സ്പൈക്ക്, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ ഉണ്ടല്ലോ, അതായത് ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നതിൻ്റെ ആ ഒരു പെട്ടെന്ന് കൂടുതൽ കലരുന്നത് സാവധാനത്തിലാക്കി കളയും, മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, കലരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കലരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കൂടുതൽ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഇൻസുലിൻ സ്പൈക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരില്ല. പതിയെ എന്ത് ചെയ്യുള്ളൂ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇൻസുലിൻ്റെ ഒരു റെസിസ്റ്റൻസ് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഞാവൽപ്പഴം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് ഇതിനോട് നോക്കുകയാണെങ്കിൽ ഞാവൽപ്പഴം നമ്മൾ പലപ്പോഴും അതിൻ്റെ സീഡ് നമ്മൾ എന്ത് ചെയ്യുക, തുപ്പിക്കളയുന്നുള്ളതാണ്. പക്ഷേ സീഡും ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള സംഗതിയാണ്.
ഈ സീഡ് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞതുപോലെ അതിലുള്ള പല കണ്ടൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതും അതേപോലെ ഷുഗറിനെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്ന ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സീഡായിട്ട് വെറുതെ സീഡിന് ഇത് തുപ്പിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ സീഡും ഗുണകരമാണ്, അതിൻ്റെ പൾപ്പും ഈ പറഞ്ഞതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ ഗുണകരമായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, കാരണം ഇതൊരു സീസണലായിട്ടുണ്ടാകുന്നൊരു ഫ്രൂട്ട്സാണ്. നമ്മൾ എല്ലാ സമയത്തും എന്ത് ചെയ്യില്ല, ഈ ഫ്രൂട്ട്സ് ഇന്നിപ്പോൾ നമ്മുടെ ഓറഞ്ച് ആകട്ടെ ആപ്പിൾ ആകട്ടെ ഇങ്ങനെ പലതും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ നാടുകളിലൊക്കെ മാർക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, ഒരുപാട് കൃഷി ചെയ്തിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഞാവൽപ്പഴം അങ്ങനെയല്ല, ആ ഒരു സീസൺ പ്രത്യേക സീസണുകളിൽ എന്ത് ചെയ്യും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പക്ഷേ അതല്ലാതെ അതിൻ്റെ പലതരത്തിലുള്ള സിറപ്പുകൾ അവൈലബിൾ ഉണ്ട്, അതുപോലെ പൾപ്പുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ അതിൽ 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം. കാരണം പലതും പല അഡൾട്രേഷൻ ചെയ്ത് എത്തുന്നുണ്ട് മാർക്കറ്റിൽ, പല കെമിക്കൽസുകൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പല കെമിക്കൽസുകൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ചിലത് നല്ല മധുരമുള്ളതുകൊണ്ടായിരിക്കും, ഈ സിറപ്പ് ആകുന്ന സമയത്ത് എന്തെങ്കിലും ജ്യൂസിലേക്കോ മറ്റേതിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യരുത്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഈ ഞാവൽപ്പഴങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഷുഗർ കൺട്രോൾ ആക്കാൻ സഹായിക്കുന്നതാണ്. രണ്ടാമത് മറ്റൊരു പഴമാണ് നമ്മളൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ് പേരക്ക എന്ന് പറയുന്നത്. പേരക്ക വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ സഹായിക്കുന്നതാണ്. ഇത് എസ്പെഷ്യലി അതിന് ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരു മീഡിയം ലെവലാണ്, ഒരു 40 നിയറസ്റ്റൊക്കെ വരുന്നുള്ളൂ, വലിയ കൂടുതലൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പേരകൾക്ക് വളരെ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ഇതുണ്ട്, വലിയ സൈസ് വരുന്ന ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നത്, എസ്പെഷ്യലി അതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പേരക്കൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്യും, അമിതമായിട്ട് കഴിക്കാനുള്ള ടെൻഡൻസി കുറയും. നമ്മളൊരു ടെൻഷൻ എന്താണ്, വയറൊന്ന് ഫുള്ളാകണം, വിശക്കരുത് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു സംഗതിയാണ് പേരക്ക എന്ന് പറയുന്നത്. അപ്പോൾ പേരക്ക എന്ത് ചെയ്യുക, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു ദിവസം 1-2 എന്ത് ചെയ്യുക, പേരക്ക സലാഡ് രൂപത്തിലൊക്കെ ആയിട്ട്, ഞാവൽപ്പഴമൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ പേരക്ക എന്ത് ചെയ്യും, നമുക്ക് സ്ലൈസൊക്കെ ആക്കിയിട്ട് ഒരു സലാഡ് രൂപത്തിലോ അല്ലാത്ത രൂപത്തിലൊക്കെ കഴിക്കാം. അത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ തോലോട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കാൻ, കാരണം അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഫൈബർ അടങ്ങിയതുകൊണ്ട് ബെനിഫിറ്റ് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കാർബോഹൈഡ്രേറ്റ് നമ്മുടെ രക്തത്തിലേക്ക്, ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലേക്ക് കലരുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കുറയുന്നുള്ളത്. ഫൈബർ എന്ത് ചെയ്യും, ഒരു ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഈ പറഞ്ഞതുപോലെ രക്തത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കടക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പേരക്ക വളരെ നല്ല ഓപ്ഷനാണ്, നമുക്ക് മുറിവുണങ്ങാനും അതേപോലെ നമ്മുടെ ഞരമ്പുകളുടെ അതിന് പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുന്ന സംഗതിയാണ്. വൈറ്റമിൻ സി പോലെയുള്ള പല കണ്ടൻസുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരക്ക നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യരുത്, തോല് കളയാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുക. തോല് കളയുന്നത് അത്ര നല്ലൊരു ഓപ്ഷനും അല്ല, അതുകൊണ്ട് വലിയ ഗുണവുമില്ല. അതുമാത്രമല്ല, ഇപ്പോൾ പേരക്ക പല തരത്തിലുണ്ടാകാറുണ്ട്. നല്ല പഴുത്തത് നമുക്ക് അവൈലബിൾ ആണ്, ഒരു മീഡിയം സൈസ് ഉള്ളത് അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് പഴുത്തിട്ടുള്ള അല്ലെങ്കിൽ നല്ല പഴുപ്പ് ഇല്ലാത്ത രീതിയിൽ മധുരം കുറഞ്ഞ ടൈപ്പുള്ള പേരക്കയാണെന്നുള്ളത്. നല്ല രീതിയിൽ പഴുത്തതിന് ഗ്ലൈസമിക് ഇൻഡെക്സ് അത്യാവശ്യം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അതിനേക്കാൾ അപേക്ഷിച്ചിട്ട് എന്താണ്, ഒരു മീഡിയം സൈസ് പഴുത്തിട്ടുള്ള പേരക്ക കഴിക്കലാണ് ഉചിതം എന്നുള്ളത്. അപ്പോൾ 1-2 പേരക്ക കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ് ബെറീസുകൾ കഴിക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ബ്ലൂബെറീസ്, മൾബെറീസ്, അങ്ങനെ പലതരത്തിൽ സ്ട്രോബെറീസ് അതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ബെറീസുകൾ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കോംപ്ലിക്കേഷനുകൾ എന്ത് ചെയ്യും, കുറയ്ക്കാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കും. അതിൻ്റെ ക്ഷീണം മാറ്റാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, തരിപ്പും ക്ഷീണമൊക്കെ മാറ്റാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഏത് ദിവസം എന്ത് ചെയ്യുക, നമുക്ക് ഒരു നിശ്ചിത എമൗണ്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ ഗ്ലൈസമിക് ഇൻഡെക്സൊക്കെ കമ്പാരിറ്റീവ്ലി കുറവുള്ള ഒരു ഫ്രൂട്ട്സാണ്. അതേസമയം നല്ല ഫൈബറും റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ ക്ഷീണം മാറ്റാനും വിശപ്പ് മാറാനും, അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സ്പൈക്ക് കുറയ്ക്കാനൊക്കെ ഈ ബെറീസുകൾ സഹായിക്കും എന്നുള്ളതാണ്. ബെറീസ് എന്ന് പറയുമ്പോൾ ഇനി സ്ട്രോബെറി നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കേട്ടാൽ മൾബെറീസ് അല്ലേ, നമ്മുടെ നാടുകളിൽ പലയിടങ്ങളിലുള്ളതാണ്.
അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചുകളാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഡയബറ്റിക് വരുന്ന സമയത്ത് ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. നമുക്കറിയാം കൈകാല വേദന, ക്ഷീണം, അത് ഒരുപാട് ഇൻഫ്ലമേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസുകൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രത്യേകത എന്ത് ചെയ്യും, പല സ്ഥലങ്ങളിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും, പലതരത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല റിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബെറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞത് 3 ഫ്രൂട്ട്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമുക്കൊക്കെ ഈ ഷുഗറുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷുഗർ വലിയ തോതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ അതേസമയം ഷുഗർ കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. എപ്പോഴും ഈ ഫ്രൂട്ട്സുകൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജീസുകളുണ്ട്, മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിത് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ജ്യൂസായിട്ട് ഉപയോഗിക്കരുത്, അത് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ജ്യൂസല്ല എളുപ്പമല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ജ്യൂസ് അടിക്കും. അതിൽ പലപ്പോഴും അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഈ നല്ല ഫൈബേഴ്സുകളൊക്കെ നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ പേരക്കേൻ്റെ കുരുവൊക്കെ ചിലപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ കൊടുങ്ങലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും ജ്യൂസ് അടിക്കാൻ നിൽക്കരുത്. ബട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക. പക്ഷേ ഒരിക്കലും ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. അതേപോലെ നമ്മൾ പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നമ്മളെ വലിയ പഴം എന്ന് പറയുന്നത്, ഇത് നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക്, അതേപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേന്ത്രപ്പഴം നല്ലതാണ്. പക്ഷേ ഇത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ്. പലപ്പോഴും നല്ല രീതിയിൽ പഴുത്ത നേന്ത്രപ്പഴമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗറുള്ള ആൾ നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായി, ഷുഗർ കൂടും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു മീഡിയം റൈപ്പ് നല്ല രീതിയിൽ പഴുക്കാത്ത, ഒരു ആവശ്യത്തിന് കുറച്ചൊക്കെ ഒരു പഴുത്ത എന്ത് ചെയ്യുക, പഴങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നേന്ത്രപ്പഴം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പോൾ അത്ര ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ടാവില്ല, അപ്പോൾ അത്ര ഷുഗർ കൂടില്ല, നല്ല ഫൈബർ ഉണ്ടാവുകയും ചെയ്യും. അത് നല്ലതാണ്. അതിൽ മാത്രമല്ല നല്ല രീതിയിൽ പൊട്ടാസ്യം മറ്റും മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്ലാന്റ് പ്രോട്ടീനൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല, പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട, ചില ആളുകൾ ഇപ്പോൾ ഷുഗറൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ സോഡിയത്തിൻ്റെ പൊട്ടാസ്യം വേരിയേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേന്ത്രപ്പഴം എടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതിൽ പൊട്ടാസ്യം മറ്റു പല മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കൂടുതലായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, നമ്മൾ ഫ്രൂട്ട്സുകൾ വളരെ ഗുണകരമാകുന്ന സംഗതിയാണ്, പക്ഷെ അത് കഴിക്കേണ്ട എമൗണ്ടിലും ശ്രദ്ധിക്കണം. അതേപോലെ അതിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിയന്ത്രിച്ച് നമുക്ക് പോയാൽ നമ്മുടെ അമിതമായിട്ടുണ്ടാകുന്ന ഭക്ഷണം കഴിക്കാനുള്ള ശീലം, അതുപോലെ തന്നെ ഷുഗർ സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൂടാത്ത രൂപത്തിൽ മെല്ലെ മെല്ലെ പതിയെ കുറയ്ക്കുന്ന രൂപത്തിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫ്രൂട്ട്സുകൾ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുടെ കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.